ഇനി സ്വല്പം കേരള പോലീസ് ചരിത്രം കേൾക്കാം. 1976 മാർച്ച് 1-ന്, അതായത് അടിയന്തരാവസ്ഥ കാലത്ത്, കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രാജൻ. കോളേജ് ഗായകനും ആർട്സ് ക്ലബ് സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. 1976 മാർച്ച് 1-ന് പുലർച്ചെ 6:30-ന് നക്സലൈറ്റ് ആക്രമണത്തിന്റെ പേരിൽ പോലീസ് അവനെ ഹോസ്റ്റലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. രാജനെ കക്കയം പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. DIG ജയറാം പടിക്കലിന്റെ ചുമതലയിലായിരുന്നു അറസ്റ്റ്. സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണൻ സംഘം അവനെ ചോദ്യം ചെയ്തു. രാജനോടൊപ്പം പോപ്പുലർ കമ്പനിയുടെ പങ്കാളി പോൾ ചാലിയുടെ മകൻ ജോസഫ് ചാലിയും കസ്റ്റഡിയിലെടുത്തിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ KM ബഹാവുദ്ദീനും അധ്യാപകൻ KK അബ്ദുൽ ഗഫാറും ക്യാമ്പിലെത്തി. ജോസഫിനെ കണ്ടു, പക്ഷെ രാജൻ ഓടിപ്പോയി എന്ന് അവർ പറഞ്ഞു. ജോസഫിനെ പോൾ ചാലി രക്ഷിച്ചു. SI പുലിക്കോടൻ നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമർദ്ദനത്തിലും ഉരുട്ടലിലും ആണ് രാജൻ കൊല്ലപ്പെട്ടതെന്ന് അക്കാലത്ത് ക്യാമ്പിൽ ഇതേ രീതിയിൽ പിടിച്ചുകൊണ്ടുവന്ന മറ്റുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പുലിക്കോടനൊപ്പം വേലായുധൻ, ജയരാജൻ,